അപ്പോൾ ആദ്യത്തെ സിനിമ ഞാൻ ചെയ്യുമ്പോൾ അതിന് ബുദ്ധിമുട്ടുണ്ടായി നിങ്ങളോട് ആര് പറഞ്ഞു? എനിക്കറിയാം. അത് ശരി. അല്ല, അതുണ്ടാവുമല്ലോ. അതൊരു അടിയുടെ പക്കത്ത് വരെത്തിയില്ലേ? അത് പ്രേം നസീറിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു. അയാൾക്കാണെങ്കിൽ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. അപ്പോൾ ആളെ കൊണ്ട് എങ്ങനെ കല്യാണം കഴിപ്പിക്കാം എന്നുള്ളതാണ് തമാശയായിട്ട് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്നും ആ പ്രമേയത്തിന് പെൺകുട്ടികളുള്ള അച്ഛന്മാർക്ക് ആ ആഗ്രഹം ഉണ്ടാവും അല്ലേ, നല്ലൊരാൾ ഏൽപ്പിക്കണം. അപ്പോൾ അതിനകത്ത് യു രാജഗോപാലിൻ്റെ കൂടെ പോയി ഫോട്ടോഗ്രാഫി ചേർന്നു, അത് പഠിച്ചു കുറേ. പിന്നെ സ്ക്രിപ്റ്റ് എഴുതാൻ പഠിച്ചു, ഡയറക്ഷൻ പഠിച്ചു. അങ്ങനെ പിന്നെ അത് ആ സിനിമയുടെ ഒഴുക്കിൽ ഞാനെങ്ങനെയോ. അപ്പോൾ അങ്ങനെ 1-2 സെറ്റിൽ കൃഷ്ണനാഥ് സാർ വന്നു. അതിനുശേഷം കൃഷ്ണനാഥ് സാർ വളരെ ബിസി ആയത് കാരണം എന്നെ ഏൽപ്പിച്ചു. ഇടയ്ക്കിടയ്ക്ക് വരും, ഷൂട്ടിങ് കഴിയും, വൈകുന്നേരം വന്ന് സ്റ്റുഡിയോയിൽ വന്ന് ലാബിൽ വന്ന് റഷൊക്കെ കാണും, എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിലൊക്കെ പറയും. അങ്ങനെയാണത് പടം തീർത്തത്. സേതുമാധവൻ വന്നു ഓടയിൽ നിന്നോ എതിർപ്പുറത്തിൻ്റെ 50-ാം ദിവസം. അപ്പോൾ KT പരിചയപ്പെടുത്തി. അത് ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പിന്നെ എന്തിനൊരു സ്ട്രഗ്ലിംഗ് ഉണ്ട്. അതിപ്പോൾ സിനിമയ്ക്ക് എന്നുള്ള ഏത് ബിസിനസ്സിനും എന്തിനൊരു സ്ട്രഗ്ലിംഗ് ഉണ്ട്. അതിൽ കവിഞ്ഞൊരു ബുദ്ധിമുട്ടൊന്നും പറയാനുമില്ല. സാർ കുറേ വർഷമായി സിനിമ ഫീൽഡിൽ വന്നിട്ട്. സാറ് നല്ല ചിത്രകാരനായിരുന്നു, നല്ല നാടക നടനായിരുന്നു. എന്തിനാണ് സാർ സിനിമയിലേക്ക് വന്നത്? സാമ്പത്തിക ലാഭമാണോ, പേരാണോ? ഞങ്ങളെ ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ടല്ലോ. ഞാനൊരു ചിത്രകാരനായിരുന്നു, നാടക നടനായിരുന്നു എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റേജ് സിനിമയാണ് സ്വപ്നം കാണുക. അങ്ങനെയുള്ളവർ അങ്ങനെയാണെങ്കിൽ പലരും വരുന്നില്ലല്ലോ. മനസ്സിലായി, അത് വേറെ കാര്യം. അത് കഴിവ് മാത്രം പോരാ, അതിൻ്റെ പുറകെ ഒരു ഭാഗ്യം കൂടി വേണം. എന്താണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്? ഇതാണ് ശരിയാണ്. അപ്പം അങ്ങനെ ടാലൻ്റുള്ള അപൂർവ സിദ്ധിയുള്ള ആളുകൾ പ്രയത്നിക്കുകയും കൂടി വേണം. അങ്ങനെ വരുമ്പോൾ നാച്ചുറലി നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാനത്തെത്താൻ സാധിക്കും. എൻ്റെ അനുഭവത്തിൽ ഞാൻ ആദ്യമായിട്ട് സിനിമ കണ്ടത് പിന്നെ എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ വിവാഹം കഴിച്ചുകൊണ്ട സ്ഥലം മലപ്പുറം പെരുമാൾ തിയേറ്ററിനാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പാണത്. പ്രസന്ന എന്ന് പറഞ്ഞ സിനിമ ആദ്യം കണ്ടത്. തിക്കുറിശി ഹീറോ, തമിഴ്നാടൻ ബാലയ്യ വില്ലൻ, പത്മിനി ലളിത ഗ്രൂപ്പിലെ ലളിതയായിരുന്നു നായിക. അപ്പം അത് കണ്ടപ്പോൾ നമുക്ക് അത്ഭുതം, ഒരു മായാലോകം. അന്നേ ഒരു ആങ്സൈറ്റി നമ്മളെ മനസ്സിൽ വന്നു സിനിമയെക്കുറിച്ച്. അപ്പോഴേ തുടങ്ങി. പിന്നെ സിനിമകൾ പലതും കണ്ടു. നാടകത്തിൻ്റെ ആചാര്യന്മാരായിട്ടൊക്കെ ബന്ധപ്പെട്ടു. നമ്മുടെ കൂടെയുള്ള നാടകത്തിൽ അഭിനയിച്ച പലരും സിനിമയിലേക്ക് പോയി. പിന്നെ ഒരു നടനാവണം എന്നുള്ളതാണ് ആദ്യം ആഗ്രഹിച്ചത്. മനസ്സിലായില്ലേ? സ്ക്രീനിൽ നമ്മളെ കാണണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. പിന്നെ പല സന്ദർഭങ്ങളിലൂടെ, അതൊക്കെ വലിയ കഥയാണ്. KT നാടകങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, അമേച്ചർ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ കോഴിക്കോട്ട്. KT വാസു പ്രദീപിൻ്റെ ഒക്കെ തുടങ്ങിയിട്ടുള്ള നാടകങ്ങൾ. അപ്പോൾ അങ്ങനെ KT പലരെയും ഇവിടുത്തെ സിനിമയിലേക്ക് പ്രൊമോട്ട് ചെയ്തു. ബാലയ്ക്ക് നായരെ, പപ്പുവിന്, ഉമ്മറിനൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കും എന്താ സിനിമയിൽ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഡ്രോയിങ് പെയിൻറ്റിങ്ങൊക്കെ ഡിപ്ലോമ എടുത്തിട്ട് ഡ്രോയിങ് ടീച്ചറായിട്ട് ഇവിടെ കോഴിക്കോട് വർക്ക് ചെയ്യുന്ന കാലത്ത് സേതുമാധവൻ വന്നു ഓടയിൽ നിന്നോ എതിർപ്പുറത്തിൻ്റെ 50-ാം ദിവസം. അപ്പോൾ KT പരിചയപ്പെടുത്തി. അപ്പോൾ KT ഞാനങ്ങനെ പറയായിരുന്നു സിനിമയിൽ അഭിനയിക്കാൻ എന്നെയും കൂടി കയറ്റി വിടണമെന്ന്. അങ്ങനെ സേതുമാധവനോട് പറഞ്ഞു. അപ്പോൾ സേതുമാധവൻ പറഞ്ഞു വരട്ടെ, നമുക്ക് ആലോചിക്കാം. അങ്ങനെ മദ്രാസിൽ പോയി. സേതുമാധവൻ്റെ കൂടെ ഒന്നും അന്ന് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ബഹദൂറിനെ കണ്ടുപിട്ടി. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പലതവണ. തിരിച്ചു വരാൻ നേരത്തെ ബഹദൂർ പറഞ്ഞു പോകാൻ വരട്ടെ, നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ PV ഉണ്ണീൻ്റെ കൂടെ. അങ്ങനെ പിന്നെ MS മണി, AB രാജ്, JD തോട്ടൻ, M കൃഷ്ണൻ നായർ, CB ശ്രീധർ തുടങ്ങി പലരും കൂടെ അങ്ങനെ ഒഴുകിപ്പോയതാ കൂടെ. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. പക്ഷേ പിന്നെ നടനായിട്ടില്ലോ, സംവിധാനമായിട്ട് വന്നിരിക്കുന്നത്. ചെറിയ ചെറിയ റോളുകളൊക്കെ അഭിനയിച്ചു പല പടങ്ങളിലും. അപ്പോൾ ബഹദൂർ എന്നോട് പറഞ്ഞു, നടന്മാരെന്ന് പറഞ്ഞ താരങ്ങളാണ്, അത് മിന്നി തിളങ്ങി ഞാൻ കേട്ടുപോകും. ടെക്നിക്കലായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഫോർ എവർ. ഏത് കാലത്തും അത് ശരിക്കും പഠിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നീ സിനിമയിൽ. അപ്പം ബഹദൂറിന് എന്നെ പരിചയമുണ്ട്. ബഹദൂറിൻ്റെ നാടക ട്രൂപ്പിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. വല്ലാത്ത പൂവൻ, മാണിക്യ കൊട്ടാരം, അടിയന്തരാവസ്ഥ നാടകങ്ങളിലൊക്കെ. അത് വേറെ കഥയാണ്. അതൊക്കെ ഓരോ കഥയാണ്. അപ്പോൾ അങ്ങനെ ബഹദൂറിന് എൻ്റെ ടാലൻ്റൊക്കെ അറിയാം. ഞാൻ നാടകം എഴുതാനൊക്കെ സ്ക്രിപ്റ്റിൽ സഹായിച്ചിട്ടുണ്ട്. അന്നത്തെ ആളുടെ അഭിനയിച്ചിട്ടുണ്ട്. ആ നാടകത്തിൽ പാട്ട് പാടിയിട്ടുണ്ട്. പ്രേംനവാസ്, പിന്നെ പറവൂർ ഭരതൻ ഇവരൊക്കെയായിരുന്നു കൂടെ അഭിനയിച്ചിരുന്നത്. അപ്പോൾ ബഹദൂറിന് എൻ്റെ ഇഷ്ടം അറിയാം. അപ്പോൾ ബഹദൂർ എന്നോട് പറഞ്ഞു ടെക്നോളജിയിലേക്ക് പോകാമെന്നുണ്ട് ഡയറക്ടറിയിലായിട്ട്.
ബഹദൂർ എന്നെ പരിചയപ്പെടുത്തി യുവരാജ് ഗോപാലിന്. ചെമ്മീൻ കഴിഞ്ഞ കാലഘട്ടം യുവരാജ് ഗോപാൽ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, മാണിക്കൂട്ടർ കലാലയൻ്റെ. അപ്പോൾ അതിനകത്ത് യുവരാജ് ഗോപാലിൻ്റെ കൂടെ പോയി ഫോട്ടോഗ്രാഫി ചേർന്നു. അത് പഠിച്ചു കുറേ. പിന്നെ സ്ക്രിപ്റ്റ് എഴുതാൻ പഠിച്ചു, ഡയറക്ഷൻ പഠിച്ചു. അങ്ങനെ പിന്നെ അത് ആ സിനിമയുടെ ഒഴുക്കിൽ ഞാൻ എങ്ങനെയോ പലരുമായിട്ട് സത്യനെ പരിചയപ്പെട്ടു. സത്യൻ മാഷ് പിന്നെ പല ഡയറക്ടർമാരെയും പരിചയപ്പെടുത്തി. എ ബി രാജകൃഷ്ണനൊക്കെ സത്യൻ സാറെ പരിചയപ്പെടുത്തി. മലബാറിൽ നിന്നൊരു ചെറുക്കം വന്നിട്ടുണ്ട്, അവൻ കൊള്ളാമെന്നൊക്കെ പറയും. അങ്ങനെ അതൊക്കെ വലിയ കഥയാണ്. അതൊക്കെ പറയാമെന്നുണ്ടെങ്കിലും പിന്നെ ഒരുപാട് പറയാനുണ്ടാവും. സർ, താങ്കൾ ഗൗരവക്കാരനായ ഒരു ഉത്തമ പുരുഷനാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് എങ്ങനെയാണ് ഈ ചിരിപ്പിക്കുന്ന ഒരു സിനിമ, കോമഡി സിനിമ ഇത് സക്സസ് ആയി എടുക്കാൻ കഴിഞ്ഞത്? ഞങ്ങൾക്ക് അതേറെ ആഗ്രഹമുണ്ട്. ഗൗരവക്കാരനായ ഒരു പുരുഷനാണെന്ന് പറയുമ്പോൾ അതെൻ്റെ അപ്പിയറൻസാണ്. അതിൽ ഞാൻ ഉത്തരവാദിയല്ല, എൻ്റെ അപ്പിയറൻസാണ്. അതിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ? ഇപ്പം സത്യൻ മാഷ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഗൗരവമാണ്. ഒന്നാന്തരം ഫലിതം പറയും, അറിയുമ്പോൾ ഒന്നാന്തരം തമാശ പറയും. സത്യൻ സാറിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമല്ലേ. അങ്ങനെ പലരും ഉണ്ട്. അത് അപ്പിയറൻസിൻ്റെ സൃഷ്ടിയിലുള്ളതാണ്. പക്ഷേ ഈ ഫലിതം അല്ലെങ്കിൽ തമാശ, സീരിയസ്, ഗൗരവം ഇതൊക്കെ നമ്മളെ മനസ്സിനകത്തുള്ളതാണ്. അപ്പോൾ ഫലിതമായി സിനിമ എടുക്കാൻ എന്താ കാരണം എന്നുള്ളത് ശരിയാണ്. ആ ചോദ്യം ശരിയാണ്. കാരണം ഈ ഞാൻ ഡയറക്ടറായിട്ട് ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് സിനിമകളിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, പല ഡയറക്ടേഴ്സിൻ്റെ കൂടെ. അപ്പോൾ സീരിയസ് ട്രാക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിൽ തമാശൻ്റെ ട്രാക്ക് അതിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതിയ അവസരത്തിൽ എഴുത്തുകാർ ഇവിടെ ഒരു കോമഡി സീൻ എഴുതി വയ്ക്കും. അങ്ങനെ പതിവ്. ഇവിടെ ഒരു കോമഡി സീൻ, അതിലിപ്പോൾ അന്ന് അടൂർ ബാസി, ബഹദൂർ, സുകുമാരി ഗ്രൂപ്പ് വെച്ച് അവരെ വിളിച്ചു വരുത്തിയിട്ട് പ്രത്യേകമായിട്ട് എഴുതിയിട്ട് ജോയിൻ ചെയ്യുമായിരുന്നു. അത് മലയാളത്തിൽ മാത്രമല്ല, തമിഴിലൊക്കെ പ്രത്യേകിച്ചും. ഇത് ഞാൻ അനുഭവപ്പെട്ടിട്ടുണ്ട്. കോമഡി സീൻ സിലബസ് ഒക്കെ എഴുതി വയ്ക്കുക, സിലബസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കോമഡി സീൻ. അപ്പോൾ ബാസീനൊക്കെ വിളിച്ചോ കൺസൾട്ട് ചെയ്തിട്ട് വേറെ എഴുതും. പക്ഷേ ഈ ട്രാക്ക് ഒന്ന് മാറ്റണം തോന്നി എനിക്ക്. എന്തിനങ്ങനെ കോമഡി എന്തുകൊണ്ട് മെയിൻ സ്റ്റോറിയിൽ മിക്സ് ആയിക്കൂടാ? മനസ്സിലായില്ലേ? പിന്നെ ഒരു ഡയറക്ടറെ സംബന്ധിച്ചോളം പിന്നെ ഹ്യൂമറിനൊരു ഡയറക്ടർ അല്ലെങ്കിൽ പിന്നെ സീരിയസിനൊരു ഡയറക്ടർ ഒന്നുമില്ല. എല്ലാം ഒരു സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. ഹ്യൂമർ സെൻസ് ഉണ്ടാവണം, സീരിയസ് സെൻസ് ഉണ്ടാവണം, റൊമാൻറ്റിക് ആയിട്ടിരിക്കണം. ഇതൊക്കെ അത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നി ഈ 2 ലൈൻ മാറ്റുക, ഒരു കോമഡി ട്രാക്ക്, ഒരു തിയേറ്റർ, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുക. അതിനനുസരിച്ചുള്ള ഒരു തീം സെലക്ട് ചെയ്യുക, അതിനനുസരിച്ചുള്ള ക്യാരക്ടറൈസേഷൻ ഉണ്ടാക്കുക. അങ്ങനെയാണ് ലേഡീസ് ഹോസ്റ്റലിലെടുത്തത്. അപ്പോൾ അത് ആളുകൾക്ക് ആദ്യം തന്നെ എന്താ പടമൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് വാസു സ്റ്റുഡിയോയിൽ ഷോട്ട് ഇപ്പോൾ എല്ലാവരും പടം കണ്ടു. ഭയങ്കര ത്രോട്ട് ചിരിച്ചു ആളുകൾ. അന്ന് പ്രേംനസീറിൻ്റെ അനിയൻ പ്രേംനവാസ് പുറത്തേക്ക് വന്ന് എന്നോട് ചോദിച്ചു, താൻ എന്ത് പണി ചെയ്തത്? ഇത് ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഇപ്പോൾ കെട്ടുകഥ പറയുന്നതല്ല. താൻ എന്ത് പണി ചെയ്തത്? എൻ്റെ ചേട്ടനെ കൊണ്ടുപോയിട്ട് അടൂർ ബാസിൻ്റെയും ബഹദൂറിൻ്റെയൊക്കെ ഇടയിൽ വിദൂഷകനായി മാറ്റിയിരിക്കുകയാണല്ലേ. ഇതൊക്കെ മനുഷ്യൻ കാണും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ആരാണ് ഇത് ഡിസ്ട്രിബ്യൂട്ടർ ചെയ്തത്? ഞാൻ പറഞ്ഞു വിവല ഫിലിംസാണ്. ശരി, ഞാൻ പറഞ്ഞ ആളോട് എല്ലാം വലിയ എന്നോട് ബഹളം വെച്ചു. ഞാനൊന്നും മിണ്ടിയില്ല, ഓരോരുത്തരുടെ ഇടയല്ലേ. അത് കേട്ടോണ്ടിരുന്ന ടി വാസുദേവൻ എന്നെ വിളിച്ചു. നിങ്ങൾ അയാൾ പറയുന്നത് കേട്ടിട്ട് അപ്സെറ്റ് ആവേണ്ട കേട്ടോ. പിക്ചർ ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ദിസ് ഈസ് ഗോയിങ് ടു ബി എ ന്യൂ ട്രെൻഡ് ഇൻ മലയാളം സിനിമ, ഡോണ്ട് വറി എന്ന് പറഞ്ഞു എന്നോട് ടി വാസുദേവൻ. ഇത് ഞാൻ ഇപ്പം പറയുന്നതെല്ലാം മുമ്പ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആശ്വാസം. അന്ന് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. ജനങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെടുക എന്നുള്ളതിനെപ്പറ്റിയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അതിപ്പോഴും ചിന്തിക്കാറില്ല. എനിക്കെന്താ ജനങ്ങളിലേക്ക് കൊടുക്കാനുള്ളത് പുതുതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഇപ്പോഴും ചിന്തിക്കുന്നത്. സാധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ഒരു സിനിമ ഒന്നും അതേമാതിരി എടുക്കുക എന്നുള്ളതിൽ വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഇത് ട്രാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊരു മെയിൻ തീമാണ്. ഇന്നും പ്രസക്തമാണത്. വലിയ ധനാഢ്യനായ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിനെ നല്ലൊരു ഭർത്താവിനെ ഏൽപ്പിക്കണമെന്നാണ് അയാളുടെ മനസ്സിലുള്ളത്. മനസ്സിലായില്ലേ? അങ്ങനെ പലരെയും നോക്കി. പ്രേംനസീറിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു. അയാൾക്കാണെങ്കിൽ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. അപ്പോൾ ആളെ കൊണ്ട് എങ്ങനെ കല്യാണം കഴിപ്പിക്കാം എന്നുള്ളതാണ് തമാശയായിട്ട് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്നും ആ പ്രമേയത്തിന് പെൺകുട്ടികളുള്ള അച്ഛന്മാർക്ക് ആ ആഗ്രഹം ഉണ്ടാവും അല്ലേ, നല്ലൊരാൾ ഏൽപ്പിക്കണം. അത് വെച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ഉണ്ടാക്കി. ആ തീം ഞാൻ തന്നെയാണ് ഡോക്ടർ മാഷിനെ കൊണ്ട് എഴുതിച്ച് പിന്നെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ബൈ ദ വൈ, ഇപ്പം ഞാൻ എങ്ങനെയാണ് ഡയറക്ടറായത് എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ പറയുന്നത് നന്നായിരുന്നു അല്ലേ. ശബരിമല ധർമ്മശാസ്ത്ര എന്നുള്ള പടം
1971 ഹിറ്റ് സിനിമ. കൃഷ്ണദാസ് സാറ് ഡയറക്ഷൻ. അപ്പോൾ അന്ന് കൃഷ്ണദാസ് സാർ വളരെ ബിസിയായിരുന്നു തമിഴ് തെലുങ്ക് പടങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ 1-2 സെറ്റിൽ കൃഷ്ണദാസ് സാർ വന്നു. അതിനുശേഷം കൃഷ്ണദാസ് സാർ വളരെ ബിസിയായത് കാരണം എന്നെ ഏൽപ്പിച്ചു. ഇടയ്ക്കിടയ്ക്ക് വരും, ഷൂട്ടിംഗ് കഴിയും, വൈകുന്നേരം വന്ന് സ്റ്റുഡിയോയിൽ വന്ന് ലാബിൽ വന്ന് റഷൊക്കെ കാണും, എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിലൊക്കെ പറയും. അങ്ങനെയാണത് പടം തീർത്തത്. ഞാനും രഘുനാഥ് ഉണ്ടായിരുന്നു അസോസിയേറ്റ് ഡയറക്ടർ, ഞങ്ങളാണത്. അപ്പോൾ അങ്ങനെ യുവരാജ് ഗോപാൽ ക്യാമറമാൻ. അപ്പോൾ അങ്ങനെ ആ പടം അന്ന് പുലിനൊക്കെ തന്നത് ചിന്നപ്പത്തേവരായിരുന്നു. വായന സ്റ്റുഡിയോയിൽ അടുത്ത ഫ്ലോറിൽ പുലികളും ആനയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ രാജേട്ടനും ഞാനെല്ലാം കൂടി ഒരു പുലിയെ വെച്ച് 10 പുലിയായിട്ട് മാസ്ക് ഇത് എടുക്കുകയൊക്കെ ചെയ്ത് പടം ഗംഭീരമായിട്ട് എടുത്തു. ശബരിമല ധർമ്മശാസ്ത്ര പടം ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പല ആളുകളും മാത്യു സാറിനോട് പറഞ്ഞു, എടേ ഇത് ഈ പിള്ളേർക്ക് വെച്ച് എടുക്കുകയാണ്, എന്താ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. പലരും ഉണ്ട്, പേരൊന്നും ഞാൻ പറയുന്നില്ല, പല പ്രൊഡ്യൂസേഴ്സ്. അപ്പം മാത്യു സാർ പടമെല്ലാം കഴിഞ്ഞ് റിലീസ് ചെയ്ത് പടം ഹിറ്റായി. പടം ഹിറ്റായപ്പോൾ വളരെ ഹാപ്പി. ഒരു എന്നോട് പറഞ്ഞു, നിങ്ങളുമായുള്ള ചെറുപ്പക്കാർ ഡയറക്ടറായിട്ട് വരണം, ഞാൻ ഫുൾ ഫൈനാൻസ് ചെയ്യും പടത്തിന്, നിങ്ങൾ നസീർ സാറിൻ്റെ ഡേറ്റ് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. എനിക്ക് ഷോക്കായിപ്പോയി. അന്നത്തെ കാലത്ത് ഈ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സിനൊന്നും ആരും ഡയറക്ടറാക്കാറില്ല. 4-5 ഡയറക്ടർമാരുണ്ട്, കാര്യമായിട്ടുണ്ട്, സേതുമാധവൻ, നമുക്ക് ഇടുന്ന സാർ, ബിരാജ്, ഇങ്ങനെ കുറച്ച് ആളുകളേ ഉള്ളൂ. ഡയറക്ടറാക്കുന്ന കാര്യമില്ല അന്നത്തെ കാലത്ത് സത്യം പറഞ്ഞാൽ. ഒരു പക്ഷേ ആദ്യമായിട്ടൊരു അസിസ്റ്റൻ്റ് ഡയറക്ടർ മദ്രാസിൽ മലയാളത്തിൽ ഞാനായിരിക്കും ചിലപ്പോൾ ഡയറക്ടറായിട്ട് വന്നിരിക്കുക എന്ന് എനിക്ക് തോന്നുന്നു. ആ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യാൻ പറയുന്നത്. എനിക്ക് ഷോക്കായി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയാം, എനിക്ക് പറ്റുമോ എന്നുള്ള സംശയമായി. അപ്പം ഞാൻ നസീർ സാറിനെ പോയി കണ്ടിട്ട് പറഞ്ഞു, ഇങ്ങനെ സംഭവമുണ്ട്, മാത്യു സാർ പറഞ്ഞിട്ടുണ്ടെന്ന്. എന്താ ഹരൻ ചോദിക്കുകയാണോ, ധൈര്യമായിട്ട് ചെയ്യണം. അല്ല സാർ ഞാൻ ചെയ്താൽ ശരിയാവും. എന്താ ശരിയാവാതെ, ധൈര്യമായിരിക്കണം, ഞാനുണ്ട് കൂടെ. അപ്പം എനിക്കൊരു സമാധാനം. പിന്നെ എൻ്റെ അന്നത്തെ ആ കാലഘട്ടത്തിൽ വളരെ അടുത്ത ഒരു ഫാമിലി ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഗാർഡിയൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ബാലകൃഷ്ണനായിരുന്നു. ഡോക്ടർ ബാലകൃഷ്ണൻ കുറേ പടങ്ങളൊക്കെ എടുത്ത് പിന്നെ സിനിമയൊക്കെ നിർത്തിവെച്ച സമയമാണ്. അപ്പോൾ ഞാൻ ഡോക്ടറോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ധൈര്യമായിരിക്കും, ഞാനും കൂടെ ഇരിക്കാം. അങ്ങനെയാണ് ആ പടം തുടങ്ങിയത്. അന്നൊരു ആശയം ഉണ്ടായിരുന്നു, പറഞ്ഞില്ലേ ഞാൻ കഥ, ഒരു തമാശ പടം നിങ്ങൾ പറഞ്ഞില്ലേ, അത് തമാശ പടം എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ ഈ സീരിയസ് കഥകൾ ഒരു ലൈൻ, കോമഡി വേറൊരു ലൈൻ, 2 ട്രാക്കിലാണ് സിനിമ പോയിക്കൊണ്ടിരുന്നത്. മനസ്സിലായില്ല? അത് എല്ലാ ഭാഷയിലും തമിഴ് തെലുങ്ക് ഒക്കെ അതെ. കോമഡി ട്രാക്ക് വേറെ, അത് വേറെ ബന്ധമല്ല. റൈറ്റർ എഴുതി വയ്ക്കും, ഇവിടെ ഒരു കോമഡി സീനാകാം, പുട്ടിന് വീര പോലെ. അതെ. അപ്പോൾ അങ്ങനെ പിന്നെ അതിന് വേറെ ട്രാക്ക് ആളുകൾ എഴുതും. അത് വളരെ കാലം അങ്ങനെയായിരുന്നു എല്ലാ ഭാഷയിലും. അപ്പോൾ തമാശ സീനുകളൊക്കെ എന്ന് പറഞ്ഞാൽ അടൂർ ബാസി, സുകുമാരി ചേച്ചി, പിന്നെ ബഹദൂർ, ആ ട്രാക്ക് വേറെയാണ്. അപ്പം ഞാൻ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തണമല്ലോ, നമുക്ക് എന്തെങ്കിലും ഒന്ന് നമ്മൾ ഡിഫറൻ്റായിട്ട് ചെയ്തു തോന്നണമെങ്കിൽ. അങ്ങനെ അതങ്ങ് ആ മതിലങ്ങ് പൊളിച്ചിട്ട് മെയിൻ കഥയിലേക്ക് കൊണ്ടുവന്നിട്ട് ആദ്യത്തെ സിനിമ സക്സസ് ആയി, കോമഡിയാണ്. രണ്ടാമത് ചെയ്തതും കോമഡി പടമാണ് കോളേജുകൾ. ആ കോളേജുകൾ ചെയ്തപ്പോൾ ആദ്യ സിനിമ ചെയ്ത് അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? പുതിയ ആൾക്കാരെ അതിൽ കാസ്റ്റ് ചെയ്തിട്ടുണ്ടോ? പുതിയ ആൾക്കാരെ കാസ്റ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്താണെന്നുള്ളത്. പിന്നെ ആ കോമഡി ഒരു ട്രെൻഡായി മലയാള സിനിമയിൽ പോയി. അപ്പോൾ ആദ്യത്തെ സിനിമ ഞാൻ ചെയ്യുമ്പോൾ അതിന് ബുദ്ധിമുട്ടുണ്ടായി നിങ്ങളോട് ആര് പറഞ്ഞു? എനിക്കറിയാം. അത് ശരി. അല്ല അതുണ്ടാവുമല്ലോ, അതൊരു അടിയുടെ പക്കത്ത് വരെത്തിയില്ലേ? അതെ. അത് ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പിന്നെ എന്തിനൊരു സ്ട്രഗ്ലിംഗ് ഉണ്ട്. അതിപ്പോൾ സിനിമയ്ക്ക് എന്നുള്ളതല്ല, ഏത് ബിസിനസ്സിനും എന്തിനൊരു സ്ട്രഗ്ലിംഗ് ഉണ്ട്. അതിൽ കവിഞ്ഞൊരു ബുദ്ധിമുട്ടൊന്നും പറയാനൊന്നുമില്ല. എന്നെ സംബന്ധിച്ചോളം അതൊരു വളരെ എന്താ പറയണ്ടത്, വളരെ ആദ്യമായിട്ടൊരു അവസരം കിട്ടുക, അതിന് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അത് മോർ എനർജറ്റിക് ആയിരുന്നു അത് വാസ്തവത്തിൽ പറഞ്ഞാൽ. നമ്മൾ പുതുതായിട്ടൊരു രംഗത്തേക്ക് വരുന്നു, അപ്പോൾ അതിൽ ബുദ്ധിമുട്ടൊന്നും പറയേണ്ട കാര്യമില്ല, എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. പിന്നെ പുതിയ ആളുകളെ പലരും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, പലർക്കും അതറിയില്ല. കൊച്ചിൻ ഹനീഫ അതിലാണ് വന്നിട്ടുള്ളത്, ആരും പറഞ്ഞു കേട്ട് കാണില്ല നിങ്ങൾ. ഞങ്ങൾ എറണാകുളത്തൊരു പുതുമുഖങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ വെച്ചിരുന്നു, ഞാനും ഡോക്ടർ ബാലകൃഷ്ണനൊക്കെ പാടെ, ശ്രീകുമാർ തമ്പി ഉണ്ടായിരുന്നു. അന്ന് ഇൻ്റർവ്യൂവിൽ പലരും വന്നിരുന്നു. ആ കൂട്ടത്തിൽ കൊച്ചിൻ ഹനീഫ, വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൽ വേറെ കുറേ പുതിയ ആളുകളായിട്ട് പേരൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല. അത് 73 വരെയല്ലേ. പുതുമുഖങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പുതുമുഖമായിട്ടാണ് വന്നിരിക്കുന്നത് സിനിമയിലേക്ക്. അപ്പോൾ പുതുതായിട്ട് അവസരങ്ങൾ തേടി വരുന്ന ആളുകളുടെ മനോവികാരം എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ടാലൻറ്റ് നോക്കിയിട്ട് അത് ഏത് കാലത്തും, അത് കോളേജുകളിൽ മാത്രമൊന്നുമല്ല,
നമ്മുടെ സിനിമേൻ്റെ പ്രവർത്തന രംഗത്ത് ടാലൻ്റായിട്ട് നല്ല പിന്നെ നടനോ നടിയോ മ്യൂസിക് ഡയറക്ടറോ എഴുത്തുകാരോ ഉണ്ടെങ്കിൽ ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെൻ്റെ ദാറ്റ് ഇസ് എ ഡ്യൂട്ടി ഓഫ് എ ഡയറക്ടർ, ഇൻട്രൊഡ്യൂസിങ് ന്യൂ ഫേസസ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് അതൊരു ധർമ്മം എന്നുള്ള എനിക്ക് ചെയ്യുന്നതാണ്. അതിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കോമഡി എന്നെ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചത്, എന്താ പറയുക, ഞാൻ രംഗത്തേക്ക് വന്നിട്ടേ ഉള്ളൂ. അതിന് മുമ്പ് തന്നെ ഞാൻ വേറെ രംഗത്തേക്ക് ആർട്ട് ഫിലിം എടുക്കാൻ പോകണോ? കോമഡിയിൽ തുടങ്ങിയപ്പോൾ പിന്നെ കോമഡി എടുത്ത് നോക്കുക. ഇവിടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അതായിരുന്നു ആവശ്യം. കോളേജുകൾ എടുത്തു, ആലസുന്ദരി എടുത്തു, ലവ് മാരേജ് എടുത്തു, ഒക്കെ ഹിറ്റായിരുന്നു. പ്രേം നസീർ അതെൻ്റെ കഴിവല്ല, എൻ്റെ കഴിവുണ്ടില്ല എന്നല്ല, പക്ഷേ പ്രേം നസീർ എന്ന നടൻ്റെ ഇമേജ് ആയിരുന്നു അതിൻ്റെ പിൻബലം ആ കാലത്ത്. എല്ലാ പടത്തിലും പ്രേം നസീറായിരുന്നു. അതെ ആ പിൻബലമാണ് എൻ്റെ സക്സസ്. അതാണ് എൻ്റെ മാത്രമെന്ന് പറയുന്നില്ല. അത് കഴിഞ്ഞ് എല്ലാവരും നിങ്ങൾ പറഞ്ഞ പോലെ ടി വാസവൻ പറഞ്ഞ പോലെ എല്ലാവരും അതൊരു സിനിമയിലെ ഒരു ട്രെൻഡാണിത്. അതിപ്പോഴുമില്ല, ആ കാലത്തുണ്ട് ഈ കാലത്തുണ്ട്. ഏതെങ്കിലും ഒന്ന് ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ ആ ട്രെൻഡ് പിടിക്കും. അത് ബിസിനസ്സുകാരുടെ ഇതിലാണ്. എന്നെ സംബന്ധിച്ചോളം ഞാൻ ആ ട്രെൻഡിൽ നിന്നും മാറും എപ്പോഴും. കാരണം അതൊരു ട്രാക്ക് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയൊന്നും മാറി സഞ്ചരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നീട് നമ്മൾ പിന്നെ രാജഹംസം, ഭൂമിദേവി, പുഷ്പിണിയായി, ബാബു മോഹൻ എന്നുള്ളത്. അതിലും നമുക്കൊരു നോക്കുമ്പോൾ അതും ഹിറ്റായി കിട്ടി. അതിലൊക്കെ പ്രേം നസീർ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഒരു ട്രെൻഡിലേക്ക് വന്ന് ആ ട്രെൻഡ് ആളുകൾക്ക് പിടിക്കാൻ തുടങ്ങിയ വേറെ ട്രെൻഡിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. അതെൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാൻ നമുക്ക്. സാറ് ഈ കോമഡി ട്രാക്ക് തുടങ്ങി, അത് പലരും അനുകരിച്ചപ്പോൾ സാർ ആ ട്രാക്ക് മാറ്റി. ആ ട്രാക്ക് മാറ്റി പിന്നെ ആ ട്രാക്കിനെയും മറ്റുള്ളവർ അംഗീകരിച്ചപ്പോൾ സാറ് പിന്നെ ആക്ഷൻ പടങ്ങളിലേക്ക് പോയി. ആക്ഷൻ പടങ്ങൾ തൊട്ട് വന്നപ്പോൾ സാറ് പ്രണയകഥകളിലേക്ക് പോയി. പ്രണയകഥ വന്നപ്പോൾ ചരിത്ര കഥകളിലെത്തി. അപ്പോൾ ഒരു സംവിധായകന് വ്യത്യസ്ത മുഖങ്ങളായിട്ട്, അതായത് എല്ലാത്തരം സിനിമകളും ചെയ്യാൻ കഴിയുമെന്ന് സാറ് തെളിയിച്ചു. ഇതെങ്ങനെ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇതിപ്പോൾ മറ്റൊരാളെ ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം കഴിവുള്ള ആളാണെന്ന് തെളിയിക്കുക എന്നുള്ള ഉദ്ദേശത്തൊന്നും ചെയ്തതല്ല. പിന്നെ ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രേഡ് മാർക്ക് പറയേണ്ട കാര്യമില്ല. ഇന്ന മാതിരിയാണ് ചെയ്യാൻ. അയാൾ ഒരു കോമഡിൻ്റെ ആളാണ്, അല്ലെങ്കിൽ സീരിയസിൻ്റെ ആളാണ്, അല്ലെങ്കിൽ അയാൾ പിന്നെ എന്താണ് ഇൻവെസ്റ്റിഗേഷൻ്റെ ആളാണ്. അതിലെനിക്കിഷ്ടമല്ല. ഞാനിത് മറ്റുള്ളവരിത് ഏറ്റെടുത്തോ ചെയ്തോ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്നെ സംബന്ധിച്ചോളം ഡിഫറൻ്റായിട്ടുള്ള സിനിമകൾ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. പണ്ടേ അതെ, വ്യത്യസ്തമായിട്ടുള്ള കഥകൾ, ഒരേ കഥ സ്റ്റൈലല്ലാതെ. അപ്പോൾ രണ്ടു മൂന്ന് ആദ്യ കാലഘട്ടത്തിൽ കുറച്ച് കോമഡിയൊക്കെ ചെയ്തപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ പോയപ്പോൾ വേറെ ട്രാക്ക് മാറണമെന്ന് എനിക്ക് തന്നെ തോന്നി. ഞാനിത് ചെയ്തു. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരു സംവിധായകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള സിനിമകളും ചെയ്യാൻ കഴിവുള്ളവനായിരിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. അത് ഒരു പരിധി വരെ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ സിനിമയിൽ. കണ്ടാൽ അറിയാം, ഒരു കഥ ഒരു സിനിമ വേറൊരു സിനിമ മാതിരി എനിക്ക് ഉണ്ടാവും തോന്നില്ല. ഒരു കഥ, അതാണ് എൻ്റെ നിലനിൽപ്പിൻ്റെ ഒരു രഹസ്യം.